രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അജ്ഞാനത്വ ഹതോ യസ്മാത് ക്ഷത്രിയേണ ത്വയാ മുനി. അല്ലയോ മഹാരാജാവേ, അങ്ങ് ക്ഷത്രിയനാണ്, രാജാവാണ്. അങ്ങനെയുള്ള അങ്ങ് മുനിയെ കൊന്നിരിക്കുന്നു, തപസ് ചെയ്യുന്ന ഒരു ഋഷിയെ കൊന്നിരിക്കുന്നു. അത് കൊന്നതെങ്ങനെ? മനഃപൂർവ്വം ഋഷിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, അജ്ഞാനാത്തു തിരിച്ചറിയാതെ ആനയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അങ്ങ് കൊന്നു. തസ്മാത് ത്വം നാവിശത്യാശു ബ്രഹ്മഹത്യാ നരാധിപ. ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലയോ മഹാരാജാവേ അങ്ങേ ബ്രഹ്മഹത്യാപാപം പിടികൂടാത്തത്. അറിഞ്ഞുകൊണ്ട് കൊന്നാൽ, തപസ് ചെയ്യുന്നയാളിനെ സംഹരിച്ചാൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട്, എങ്കിൽ ആ കർമ്മം ചെയ്യുന്നത് ആര് തന്നെയായാലും ആ ആളിനെ ബ്രഹ്മഹത്യാപാപം പിടികൂടും എന്ന് അർത്ഥം. ഇതാണ് ത്രേതായുഗത്തിലെ നീതി വ്യവസ്ഥ. അങ്ങ് അറിയാതെ കൊന്നതുകൊണ്ടാണ് ബ്രഹ്മഹത്യ പിടികൂടാത്തത്. ഇല്ലെങ്കിൽ ബ്രഹ്മഹത്യാപാപം ഉണ്ടായേനെ. ഈ തപസ് ചെയ്യുന്ന ഋഷിയോ, അദ്ദേഹം വൈശ്യനാണ്, വർണ്ണം കൊണ്ട് ജന്മം കൊണ്ട് വൈശ്യനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ പത്നിയോ, ഈ ബാലകന്റെ അമ്മ, അവർ ശൂദ്രസ്ത്രീയാണ് ജന്മം കൊണ്ട്. രണ്ടുപേരും കുടുംബം കൊണ്ട് അങ്ങനെയാണ്, വൈശ്യനും ശൂദ്രനുമാണ്. അതാ ബാലകൻ തന്നെ ദശരഥ മഹാരാജാവിനോട് പറയുന്നത് നമുക്ക് വാൽമീകി രാമായണത്തിൽ കേൾക്കാം. ഇവിടെ അധ്യാത്മരാമായണത്തിലും ആ ബാലകൻ അങ്ങനെ പറയുന്നുണ്ട്. വൈശ്യനത്രേ ഞാൻ എന്ന് ബാലകൻ ദശരഥനോട് പറയുന്നു. ഞാൻ വൈശ്യനാണ്, വൈശ്യ കുലത്തിൽ പിറന്ന ഒരാളുടെ മകനാണ് ഞാൻ എന്ന് ബാലകൻ പറഞ്ഞു. ഈ ബാലകന്റെ പിതാവ് വൈശ്യനാണ്. വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ കേൾക്കും, ശൂദ്രായാം അസ്മി വൈശ്യേന ജാതോ നരവരാധിപ. അല്ലയോ മഹാരാജാവേ, വൈശ്യന് ശൂദ്രസ്ത്രീയിൽ പിറന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ അങ്ങ് അറിയാതെയാണ് കൊന്നത്, അതുകൊണ്ടാണ് അങ്ങേ ബ്രഹ്മഹത്യ പിടികൂടാത്തത് എന്ന് ആ ബാലകൻ പറയുന്നത് നമ്മൾ കേൾക്കും. ഇത് തന്നെ ഇവിടെ ഈ ഋഷി, ഈ വൃദ്ധനായിരിക്കുന്ന തപോധനൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനറിയാം അദ്ദേഹം വൈശ്യൻ ആണ് എന്ന്. ജന്മം കൊണ്ട് വൈശ്യ കുടുംബത്തിൽ പിറന്നയാളാണ്. അദ്ദേഹത്തിന്റെ പത്നി ശൂദ്ര കുടുംബത്തിൽ പിറന്നയാളാണ്. അവർ രണ്ടുപേരും തപസ് ചെയ്യാണ്. വൈശ്യനെ കൊന്നാൽ, തപസ് ചെയ്യുന്ന വൈശ്യനെ കൊന്നാൽ, തപസ് ചെയ്യുന്ന ശൂദ്ര സ്ത്രീയെ കൊന്നാൽ ബ്രഹ്മഹത്യ ഉണ്ടാകുമോ? ഉണ്ടാകും, മനഃപൂർവ്വം കൊന്നു കഴിഞ്ഞാൽ എന്നാണ് ആ വൃദ്ധൻ പറഞ്ഞതിന്റെ അർത്ഥം, ആ ബാലകൻ പറഞ്ഞതിന്റെയും അർത്ഥം. വൈശ്യനായാലും ശൂദ്രനായാലും ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും തപസ് ചെയ്യുന്നത് ഏത് വർണ്ണത്തിൽ പിറന്നയാളായാലും ആ ആള് ബ്രാഹ്മണനാണ്. അദ്ദേഹത്തെ കൊന്നുകഴിഞ്ഞാൽ, മനഃപൂർവ്വം കൊന്നുകഴിഞ്ഞാൽ, കൊല്ലണമെന്ന് ആഗ്രഹിച്ചു കൊന്നുകഴിഞ്ഞാൽ ബ്രഹ്മഹത്യാപാപം ഉണ്ടാകും. തപസ് ചെയ്യുന്ന ആളിനെ കൊന്നാൽ ബ്രഹ്മഹത്യയാണ് അതിന്റെ ഫലം. അദ്ദേഹം, ആ വൃദ്ധനായിരിക്കുന്ന തപോധനൻ, തന്റെ കുടുംബം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വാക്യം പറയണേ. അതുകൊണ്ട് അതിന് വളരെയേറെ സാങ്കത്യമുണ്ട്. അറിഞ്ഞു കൊന്നുകഴിഞ്ഞാൽ ആരായാലും, ശൂദ്രനെ ആയാലും, തപസ് ചെയ്യുന്ന ഒരു ശൂദ്രനെ അറിഞ്ഞു കൊന്നാൽ, തപസ് ചെയ്യുന്ന വൈശ്യനെ അറിഞ്ഞു കൊന്നാൽ, അല്ലെങ്കിൽ ശൂദ്രസ്ത്രീയെയോ വൈശ്യസ്ത്രീയെയോ അറിഞ്ഞുകൊണ്ട് കൊന്നാൽ, മനഃപൂർവ്വം കൊന്നാൽ ബ്രഹ്മഹത്യയാണ് ഫലം.
ഇതാണ് ത്രേതായുഗത്തിലെ നിയമം. അതിൻ്റെ മുന്നിൽ ഞെട്ടിപറച്ച് നിൽക്കുകയാണ് ദേവലോകത്തെ പോലും രക്ഷിച്ച ഈ ചക്രവർത്തി. അദ്ദേഹം എന്തു ചെയ്തു? ഈ വൃദ്ധൻ വൈശ്യനാണ് എന്നും ആ വൃദ്ധ സ്ത്രീ ശൂദ്രയാണ് എന്നും ജന്മം കൊണ്ട് വൈശ്യനും ശൂദ്രയാണെന്നും അറിഞ്ഞിട്ട് ഓടിച്ചെന്ന് അവരെ തൻ്റെ തോളിലേറ്റി ബഹുദൂരം നടന്ന് ഇവിടെ ആ നദീതീരത്ത് കൊണ്ടെത്തിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട്, അവർ നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ആ യുവാവിന് വേണ്ടിയിട്ട്, ഇന്നത്തെ രീതിക്ക് പറഞ്ഞാൽ ആ യുവാവ് ശൂദ്രനാണ്, ശൂദ്ര സ്ത്രീയുടെ മകൻ ശൂദ്രൻ, ഇന്നത്തെ രീതി അതാണല്ലോ. അങ്ങനെ ആ ശൂദ്രനായ ബാലകന് വേണ്ടിയിട്ട് ത്രിലോക ചക്രവർത്തി, ദേവലോകത്തെ പോലും രക്ഷിച്ച ചക്രവർത്തി ചിതയൊരുക്കുന്നു, അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ആ അഗ്നിയിൽ എടുത്തു ചാടി മരിച്ച ആ വൃദ്ധർക്കും വേണ്ടുന്ന അന്ത്യകർമ്മങ്ങളെല്ലാം ചക്രവർത്തി ചെയ്യുന്നു. വളരെയേറെ ദുഃഖത്തോടുകൂടി, ഭയത്തോടുകൂടി. യഥാർത്ഥത്തിൽ അന്ന് ശൂദ്രന് തപസ് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ശൂദ്രവംശത്തിൽ പിറന്നയാളിന് തപസ് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, വൈശ്യ കുടുംബത്തിലോ ക്ഷത്രിയ കുടുംബത്തിലോ പിറന്നയാളിന് തപസ് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ദശരഥൻ അറിയാതെ കൊന്നതാണെങ്കിലും കൊന്നത് ശരി തന്നെയാണ്. ദശരഥൻ ഭയക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഈ സേവനങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യവുമില്ല. അവരെന്ത് ശപിച്ചാലും അത് ഒരിക്കലും ഭരിക്കുകയുമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ദശരഥൻ അതിനെ ഭയക്കുന്നു, അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നു. അക്കാലത്ത് ആർക്കും തപസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആർക്കും തപസ് ചെയ്യാൻ അവകാശമുണ്ട്. അങ്ങനെ തപസ് ചെയ്താൽ ആ ആള് ബ്രാഹ്മണനാണ്. അറിഞ്ഞുകൊണ്ട് തപസ് ചെയ്യുന്നയാളിനെ കൊന്നുകഴിഞ്ഞാൽ അയാൾ ഏത് വംശത്തിൽ പറഞ്ഞയാളായാലും ബ്രഹ്മഹത്യയാണ് ഫലം. ഓരോ നിമിഷവും ദശരഥന്റെ മനസ്സിൽ ഇതുണ്ട്. ആദ്യം തനിക്ക് ഏറെക്കാലം മക്കൾ ലഭിക്കാതിരുന്നപ്പോൾ, പുത്രന്മാരെ ലഭിക്കാതെ കണ്ട് താൻ ദുഃഖത്താൽ, അനന്തരാവകാശി ഇല്ലാത്തതിന്റെ ദുഃഖത്താൽ മരിച്ചു പോകും എന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ടാണ് വസിഷ്ഠനെ സമീപിച്ചിട്ട് കുലഗുരുവിനോട് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുന്നതും അദ്ദേഹം അശ്വമേധം നടത്തിയിട്ട് പുത്രകാമേഷ്ടി ഋഷ്യശൃംഖനെ കൊണ്ട് നടത്തിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പുത്രന്മാർ ലഭിച്ചു. 4 പേര്. നാരായണ ദേവന് തുല്യനായിരിക്കുന്ന, മഹാവിഷ്ണുവിന് തുല്യനായിരിക്കുന്ന രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. വളരെയേറെ സന്തോഷമായി. കുട്ടികൾ നല്ല മിടുക്കന്മാരായിട്ട് വളർന്നു വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വിവാഹവും നടന്നു. അതിനിടയ്ക്ക് ചെറിയൊരു ഭയമുണ്ടായി. വിശ്വാമിത്രന്റെ കൂടെ മക്കളെ അയക്കുന്ന കാര്യത്തിൽ ഭയമുണ്ടായി. അവരെ പിരിഞ്ഞ് താൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഭയന്നു. അവർക്ക് ആപത്ത് എന്തെങ്കിലും പിണയുമോ എന്നും ഭയന്നു. വസിഷ്ഠൻ സമാധാനിപ്പിച്ചു. മംഗളകരമായൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതെ, ഏറ്റവും ആനന്ദകരമായൊരു കാര്യം. ഉചിതമായൊരു വിവാഹം അവിടെ സംഭവിച്ചു. അങ്ങനെ എല്ലാവരും ആദരിക്കുന്ന ജനകരുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ടാവുകയും ചെയ്തു. ആ രാജകുമാരിമാരും അതേപോലെ അങ്ങേറ്റം ഗുണവതിമാർ. അങ്ങനെ സുഖകരമായിട്ട് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ പല പ്രകാരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നതും പല പ്രകാരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നതും തൻ്റെ നക്ഷത്രത്തെ ജ്യോത്സ്യന്മാരെ വിളിച്ച് പരിശോധിപ്പിക്കുന്നതും രാജാവിന് മരണം അടുത്തിരിക്കുന്നു എന്ന് ജ്യോത്സ്യന്മാര് ഇതെല്ലാം വെച്ചിട്ട് പ്രവചിക്കുന്നതും എന്ന് മാത്രമല്ല ഘോരാംശ ആപതമൃച്ഛതി, വലിയ വിപത്തുണ്ടാവുകയും ചെയ്യും എന്നുകൂടി പറഞ്ഞത്. എന്ത് വിപത്തുണ്ടാകാനാണ്? തനിക്കിനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, രാമനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത്. എന്നാൽ എത്രയും വേഗം അതങ്ങ് നടത്തിക്കളയാം. പിന്നെ ഭയം അതായിരുന്നു, അഭിഷേകത്തിന് വിഘ്നം വരുമോ എന്നാണ്. അഭിഷേകത്തിന് വിഘ്നം വരാൻ ഒരു മാർഗവുമില്ല. രാമന്റെ അവകാശപ്പെട്ടതായ ആ സിംഹാസനം ചോദിക്കാൻ ആരുമില്ല. രാമന്റെ പട്ടാഭിഷേകം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് കൈകേയിയാണ്. അതേപോലെ തന്നെ സുമിത്രയും പിന്നെ കൗസല്യയും. ഒരു പ്രകാരത്തിലും ഒരു എതിർപ്പുമില്ല. ഭരതശത്രുഘ്നന്മാരിപ്പോ കേകയത്താണ്. അവരും രാമാഭിഷേകത്തില് അങ്ങേറ്റം ആനന്ദിക്കുന്നവരാണ്. ഒരു തടസ്സവും ഇല്ല. എങ്കിലും ദശരഥൻ വളരെ ഭയന്നു.
വാൽമീകി രാമായണത്തിൽ ഒരു രംഗം നമ്മൾ കാണും. നാട്ടുകാരെ എല്ലാം അറിയിച്ച് അടുത്ത പുലരിയിൽ അഭിഷേകം നിശ്ചയിച്ചതിന് ശേഷം രാമനെ തന്റെ കൊട്ടാരത്തിലേക്ക് ഏകാന്തതയിൽ വരുത്തിയിട്ട് രാമനോട് ദശരഥൻ പറയുന്ന കാര്യങ്ങൾ, ആ കൂട്ടത്തിൽ അദ്ദേഹം പറയും, എനിക്ക് നിന്നെ അഭിഷേകം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇനി ഈ ജീവിതത്തിൽ ചെയ്യാനില്ല. രാമ, നാളെ പുലരിയിൽ അഭിഷേകം, നീ എത്രയും വേഗം അഭിഷിക്തനായിക്കൊള്ളണം. എന്താ കാരണം എന്നറിയോ? ചലാഹി പ്രാണിനാം മതി. ജീവരാശിയുടെ മനസ്സല്ലേ, ഞാനൊരു ജീവിയല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ, മനുഷ്യന്റെ മനസ്സല്ലേ, അത് ചഞ്ചലമാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് ഭവിച്ചു പോകും ഇതിനിടയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ അഭിഷിക്തനായിക്കൊള്ളണം. രാമാഭിഷേകത്തിന് വിഘ്നമായിട്ട് തന്റെ മനസ്സ് തന്നെ കാരണങ്ങൾ മിനഞ്ഞെടുക്കുമോ എന്ന് വരെ ആ മഹാരാജാവ് ഭയന്നു. അതുകൊണ്ടാണ് ഭരതൻ വരുന്നതുവരെ കാത്തിരിക്കാതെ അടുത്ത പുലരിയിൽ തന്നെ എത്രയും വേഗം വേണം. ഭരതൻ ഇതറിഞ്ഞാൽ സന്തോഷിക്കും, രാജാവിന് നന്നായി അറിയാം. അതേ അഭിഷേകത്തിന് വേണ്ടതെല്ലാം ഒരുക്കി പെട്ടെന്ന് അഭിഷേകം നിശ്ചയിച്ചു. പക്ഷേ ഭരതന്റെ അഭാവം തന്നെ ആ വിധിയെ നടപ്പിലാക്കി, ആ ശാപത്തെ നടപ്പിലാക്കി. എന്താ? പുത്രശോകത്താൽ മരിക്കട്ടെ എന്നുള്ളതായ ശാപം, അതിനെ നടപ്പിലാക്കി. ഭരതൻ അവിടെ കൊട്ടാരത്തിൽ അയോധ്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ഭരതൻ അനുവദിക്കില്ലായിരുന്നു. ഈ പ്രകാരത്തിൽ 2 വരങ്ങൾ ചോദിക്കാൻ കൈകേയിയെ ഭരതൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ കിരീടം കൈക്കൊള്ളില്ല എന്ന് ഭരതൻ അപ്പോഴേ ദശരഥനോട് പറയുമായിരുന്നു. എങ്കിൽ രാമന്റെ കാനനവാസം നടക്കില്ലായിരുന്നു. ഇതാ വിധി അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ കൃത്യമായി മെനയുന്നു. രാജാവ് വളരെ ശ്രദ്ധാപൂർവമാണ് കരിക്കൽ നീക്കിയത്. അഭിഷേകത്തിന്റെ തലേന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി. നാട്ടുകാരെ മുഴുവൻ, സൈന്യാധിപന്മാരെ മുഴുവൻ, സാമന്തന്മാരെ മുഴുവൻ എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് അവരോടാണ് പറയുന്നത്, എനിക്ക് ഇനി ഈ രാജ്യം ഇങ്ങനെ അധികം ഭംഗിയായിട്ട് രക്ഷിച്ചു കൊണ്ടുപോകാനാവില്ല. പ്രാർത്ഥകം ഏറെ വളർന്നിരിക്കുന്നു. അതിനാൽ അടുത്തയാളിനെ ഭരണഭാരം ഏൽപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാമൻ ആയാലെന്ത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് വേറൊരു അഭിപ്രായമുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളൂ, ഞാൻ അതിനും സമ്മതിക്കും എന്ന് ദശരഥൻ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഏകകണ്ഠമായി രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്നും പറഞ്ഞു. നാട്ടുകാരെ വിളിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ? സൂര്യവംശ പാരമ്പര്യമനുസരിച്ചിട്ട് മൂത്ത മകനാണ് കിരീടാവകാശം. അദ്ദേഹം യോഗ്യനാണെങ്കിൽ, രാമനാണെങ്കിൽ എല്ലാ പ്രകാരത്തിലും യോഗ്യനാണ്. അതുകൊണ്ട് ആരുടെയും അനുഭവത്തിന്റെ ആവശ്യമില്ല, നിയമം നടപ്പിലാക്കുക മാത്രമാണ്. അതിനു മുമ്പ് അങ്ങനെയൊന്നും നടന്നിട്ടുമില്ല. ആളുകളെ വിളിച്ചുകൂട്ടി ആലോചിക്കുക എന്നുള്ളത് അജൻ ചെയ്തിട്ടില്ല, അതിനു മുമ്പ് ദിലീപൻ ചെയ്തിട്ടില്ല, രഘു ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നില്ല, ആവശ്യമില്ല. പക്ഷേ അങ്ങനെയെങ്കിലും നാട്ടിലെ ഒരാളുടെ കണ്ഠത്തിൽ നിന്നെങ്കിലും എതിരഭിപ്രായം വരരുത്. അതിനു വേണ്ടിയിട്ട് രാജാവ് ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്തു. പക്ഷേ വിധി പ്രവർത്തിച്ചു. രാജാവ് കീഴടങ്ങുകയാണ്, ചക്രവർത്തി കീഴടങ്ങുകയാണ്. ശൂദ്രന്റെ തപശക്തിയുടെ ഇതിഹാസമാണ് രാമായണം. നാം അത് ഓർക്കണം. വൈശ്യനായിരിക്കുന്ന ആ മുനികുമാരന്റെ പിതാവ്, അദ്ദേഹം പറഞ്ഞ വാക്ക് അത് ഫലിച്ചിരിക്കുന്നു. ചക്രവർത്തിയുടെ എല്ലാ മികവുകളെയും അദ്ദേഹത്തിന്റെ എല്ലാ ആസൂത്രണങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അത് നടപ്പിലായിരിക്കുന്നു. ആ ശാപവാക്ക് ദശരഥൻ ചെയ്തു പോയതായ അപരാധത്തിന്റെ മുന്നറിയിപ്പാണത്. അതുകൊണ്ട് വരാൻ പോകുന്നത് എന്താണെന്നുള്ള മുന്നറിയിപ്പാണത്. ശൂദ്രന്റെ തപശക്തിയുടെ മുന്നിൽ ദേവലോകത്തെപ്പോലും അനേക തവണ രക്ഷിച്ചിട്ടുള്ള ഈ ചക്രവർത്തിയുടെ എല്ലാ മികവുകളും കീഴടങ്ങുന്നത് നാം കാണുന്നു. രാമായണം എന്നുള്ളത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ചരിത്രമല്ല. ഇന്ന് പറയുന്ന രീതിയിലുള്ള ബ്രാഹ്മണൻ, ഇന്ന് ജാതിയെക്കുറിച്ച് ആണല്ലോ ആളുകൾ ചിന്തിച്ച് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും ശൂദ്രനെന്നും ഒക്കെ പറയണേ. അങ്ങനെ ബ്രാഹ്മണ്യം ജാതിയല്ല. ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രതയൊന്നും ജാതിയല്ല. അത് വർണ്ണമാണ്. അതിന് ജാതിയുമായി ബന്ധമില്ല. അത് പോകട്ടെ.
പക്ഷേ ഇന്നത്തെ രീതി അനുസരിച്ചിട്ട് ബ്രാഹ്മണ ജാതി, അവരുടെ സുപ്രമസി, ഇതൊക്കെയാണല്ലോ ഇവരുടെ എല്ലാം ആരോപണങ്ങൾ. ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ക്ഷത്രിയ ചക്രവർത്തിയുടെയും പരാക്രമങ്ങൾ ശൂദ്രന്റെ തപശക്തിയുടെ മുന്നിൽ വീണ് ഉടഞ്ഞ് തകരുന്നതിന്റെ ഇതിഹാസമാണ് രാമായണം എന്ന വസ്തുത നാം അറിയണം. ആ വസ്തുത ഇങ്ങനെ ആരോപിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ ഇന്ന് പറയുന്ന പ്രകാരത്തിലുള്ള ജാതി ബ്രാഹ്മണനും ജാതി ക്ഷത്രിയനും ജാതി വൈശ്യനും ജാതി ശൂദ്രനും ഒന്നുമില്ല. മനുഷ്യൻ മാത്രമാണുള്ളത്. മനുഷ്യത്വമുള്ള മനുഷ്യൻ മാത്രമാണുള്ളത്. ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നതും ആ മനുഷ്യന്റെ തെറ്റായ കർമ്മങ്ങൾ ആ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നതും കാര്യകാരണ സഹിതം വിശദമായിട്ട് കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് രാമായണത്തിൽ. എന്നിട്ട് നിരന്തരം സത്കർമ്മങ്ങൾ ചെയ്യൂ, ധർമ്മം ചെയ്യൂ, ധർമ്മം ചെയ്യൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു രാമായണം. മനുഷ്യത്വത്തിന്റെ വിജയഗാഥയാണ് രാമായണം എന്നറിയണം. ഇത് ഭംഗിയായിട്ട് സംശയം ഉന്നയിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി മറുപടിയായി പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാകണം. അങ്ങനെയായിരുന്നു നമ്മുടെ കാരണവന്മാര്. ആരോപണങ്ങൾ എവിടുന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവര് വിശദീകരിച്ചു കൊടുക്കും. വെറുതെ ബഹളം ഉണ്ടാക്കുകയല്ല, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയല്ല, ദേഷ്യപ്പെടുകയല്ല. കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് തെളിവ് സഹിതം അണിനിരത്തും. അവര് സ്നേഹബുദ്ധിയ അഹിംസാബുദ്ധിയ അണിനിരത്തും. അങ്ങനെ അഹിംസാത്മകമായി ഈ യാഥാർത്ഥ്യത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് രാമായണ മാസമായിട്ട് കർക്കിടകത്തെ നാം ആചരിക്കുന്നത് എന്നും അറിയണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവിടെ ആരണ്യത്തിന്റെ അവസാനം ശബരിയെ കാണും. ശബരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേടത്തി എന്നാണ്. തപസ് ചെയ്യുന്ന വേടത്തി. വേടർക്കും തപസ് ചെയ്യാൻ അധികാരമുണ്ട്. അന്ന് തപസ് ചെയ്യുന്ന വേടന്മാരെ, വേടസ്ത്രീകളെ രാമനെ പോലുള്ള ചക്രവർത്തിമാര് ആദരിച്ചിരുന്നു. ശബരി രാമനെ കാണാൻ രാമന്റെ അടുത്തേക്ക് വരികയല്ല അന്വേഷിച്ച്, പകരം രാമൻ ശബരിയെ അന്വേഷിച്ച് വരികയായിരുന്നു. എന്നിട്ട് ശബരിക്ക് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതും നാം അവിടെ കാണുന്നു. അതാണ് ഇവിടെ ജനിച്ച കുടുംബത്തിന്റെ സ്ഥാനം, സമൂഹത്തിലുള്ള സ്ഥാനം, പേര്, സമ്പത്ത്, അധികാരം ഇത്യാദികൾക്കല്ല പ്രാധാന്യം, മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം. അതാണ് ഗുണവും കർമ്മവും, അതാണ് പ്രധാനം. ആ ഗുണകർമ്മങ്ങൾ ശബരിക്കുണ്ട്. മഹാതപസ്വിനി, വേദം പഠിച്ചവൾ. മതംഗ മഹർഷിയാണ് ശബരിയെ വേദം പഠിപ്പിച്ചത്. വേദം പഠിച്ച വേടത്തി. ആ വേടത്തിയെ രാമൻ വന്ന് കണ്ട് അനുഗ്രഹിക്കുന്നത് നാം അവിടെ കാണും. ഇങ്ങനെ എത്രയോ തപസ്വികൾ, വിവിധ കുടുംബങ്ങളിൽ പിറന്നവർ. പലരുടെ കുടുംബവും ബ്രാഹ്മണ കുടുംബമാണ്, പലരുടേതും ക്ഷത്രിയ കുടുംബമാണ്, പലരുടേതും വൈശ്യ കുടുംബമാണ്, പലരുടേതും ശൂദ്ര കുടുംബമാണ്, പലരും വേട കുടുംബങ്ങളിൽ പിറന്നവർ. അവരൊക്കെ തപസ് ചെയ്യുന്നു. ആ തപസ്സിന് അതിൻ്റെതായിട്ടുള്ള ശ്രേയസ്കരമായ അനുഗ്രഹം ഭഗവാനിൽ നിന്നിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. രാമനെ പോലുള്ള ചക്രവർത്തിമാര് അതിനെ ആദരിച്ച് ആ മഹാതപസ്സിന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. ഇതാണ് രാമായണം. ഈ വസ്തുത ലോകത്തിന് വെളിവാക്കി കൊടുക്കണം. ഇങ്ങനെ താൻ ചെയ്തു പോയതായ തെറ്റ് തന്നെ പിടികൂടുന്നു. ആ ഋഷിയുടെ ശാപം ഫലിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മുഴുവൻ ദശരഥൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് കൗസല്യയെ. ഇത് പറഞ്ഞ് ദശരഥൻ പ്രാണൻ വെടി.